ഒക്കെ വന്നിരുന്നല്ലേ മേലേക്ക് വീടിന്റെ മാർക്ക് ടർഫ് അങ്ങനെ പറയും. നമ്മൾ പായസം കുടിച്ചതിന്റെ അപ്പൊ പ്രകൃതി കാണിച്ചത് ഞങ്ങൾ വാർപ്പിന്റെ മേലത്തെ പ്രകൃതി കേട്ടോ. ഇതാണ് ഞങ്ങൾ പ്രകൃതി. എന്താ വിട്ട കുന്തം മുഴുകിയ മല അങ്ങോട്ട് ദൂരേക്ക് നോക്കിക്കാണ്. ഞങ്ങൾ അടുക്കള വശത്തെ വൈബാണ്. വൈബില്ല ഞാൻ ആ വൈബ് ഞങ്ങളെല്ലാവരും വരുന്നുണ്ട്. ആ വൈബില്ല ചെറുതായിട്ട് ഞാൻ പോകും. പിന്നൊരു കാര്യം നിങ്ങളില്ലേ ഇങ്ങോട്ട് വാ, നമുക്കുള്ള പിന്നാലെ ചെല്ലാം. ഇപ്പൊ നിങ്ങൾ ഈ കെട്ടി കിടക്കുന്ന വെള്ളം നിങ്ങൾ തട്ടി മറിച്ചാലേ എന്താ കാരണം എന്നറിയോ? ഈ കെട്ടി കിടക്കുന്ന വെള്ളത്തിൽ കൊതുക് മുട്ടയിടും. അതുകൊണ്ടാണ് ഈ ഡെങ്കി പോലത്തെ അസുഖങ്ങൾ വരുന്നത്. കളഞ്ഞ ആയിട്ടില്ല വെള്ളമൊക്കെ കളയുക. ഇപ്പൊ മഞ്ഞപ്പിത്തം വരുന്നുണ്ടല്ലേ? മഴ പെയ്യുന്നുണ്ട് കേട്ടോ, നല്ല മഴ. ഞങ്ങൾ അങ്ങനെ ഇറങ്ങുക കേട്ടോ. അതിന് മുമ്പേ നിങ്ങൾ ആരും കെട്ടിക്കിടക്കുന്ന വെള്ളം കണ്ട അപ്പം തട്ടിക്കളയണ്ടോ. കാരണം അതിൽ ഡെങ്കിപ്പനി വരുന്നുണ്ട്. ഡെങ്കിപ്പനിയും മലേറിയയും ഒക്കെ പകരത്തും. ഇപ്പം ഈ ലോകം തന്നെ മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു ഇതിലാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. ഓക്കെ, ഈ ലച്ചു എൻ്റെ കസിൻ ഇന്നലെ വന്നത്, ഇന്നലെ രാവിലെ. അപ്പോൾ എൻ്റെ അമ്മേൻ്റെ ചടങ്ങായിരുന്നു ഇന്ന്. ഇന്നലെ ഒന്ന് വെറുതെ വന്നതാണ്. ഇന്നാട്ടോ ഗായ്സ്. ഓക്കെ, നാളെയാണ് ഇവർ പോവല്ലേ? നാളെ വൈകുന്നേരം. ഓക്കെ, അപ്പോൾ ഓരോ വീഡിയോസ് ഞങ്ങൾ ഇങ്ങനെ ഇട്ടുതരും കേട്ടോ ഗായ്സ്. അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഡാൻസിൻ്റെ വീഡിയോ കേട്ടോ ഗായ്സ്. ഏത് ഡാൻസിൻ്റെ വീഡിയോ ഒന്ന് ഇടേണ്ടത് നിങ്ങൾ കമൻറ്റ്. അതല്ല, ഇപ്പോൾ ഒരു ഡാൻസ് കളിച്ചെടുത്താലോ? ആ ഗായ്സ്, ഡാൻസ് കളിച്ചു തരാം. ഓക്കെ. ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ചട്ടമ്പി ബ്ലോഗ്. അപ്പൊ എല്ലാവർക്കും ഈ ബ്ലോഗിലേക്ക് ബൈ. ഓക്കെ, ഡാൻസ് രസമുണ്ടെങ്കിൽ കമന്റ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അതിന് മുമ്പ് ലച്ചുവിൻ്റെ കുറച്ച് വീഡിയോസ്. സ്വന്തത്തെ പാട്ടിൻ്റെ വരി സ്വന്തത്തെ കണ്ട കുഞ്ഞി മുകളിൽ